വരാനിരിക്കുന്നത് RCB GT ഫൈനലോ അതോ മറ്റേതെങ്കിലും ടീമോ? രാജാവും രാജകുമാരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. കോഹ്ലിയും സിറാജും ആ പഴയ ടീംമേറ്റ്സ് നേർക്കുന്നവർ. ആര് വീഴും ആര് വാഴും? കോഹ്ലിയുടെ മികവിൽ കപ്പ് നിലനിർത്താൻ ബാംഗ്ലൂർ, ഗുജറാത്തിന് കപ്പെടുത്തു കൊടുക്കാൻ ഗിൽ, സഞ്ജുവിന് നേടാനാകാത്ത കപ്പ് രാജസ്ഥാന് നൽകി സ്റ്റാർ ആകാൻ പരാഗ്, അതോ ഞായറാഴ്ചത്തെ സൂര്യോദയം ഹൈദരാബാദിൻ്റെതോ? ഈ IPL കിരീടം ആരെടുക്കും? ബാംഗ്ലൂർ, ഗുജറാത്ത്, ഹൈദരാബാദ്, രാജസ്ഥാൻ, ഇവരിൽ ആര്? കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ഫൈനലിസ്റ്റുകളെയും വിന്നേഴ്സിനെയും പറയൂ. IPL ലീഗ് മത്സരങ്ങളുടെ തീ പറന്ന പോരാട്ടങ്ങൾക്ക് ശേഷം ഇതാ നമ്മൾ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. പ്ലേ ഓഫുകൾ. ഇനി ബാക്കി വെറും 4 ടീമുകൾ മാത്രം. കപ്പ് ആര് തൂക്കുമെന്നറിയാൻ ഇനി 4 മത്സരങ്ങളും. മെയ് 26 നടക്കുന്ന ആദ്യ ക്വാളിഫയറിൽ ടേബിൾ ടോപ്പർമാരായ RCB ഗുജറാത്തിനെ നേരിടും. ജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിലേക്ക്. 27 നടക്കുന്ന എലിമിനേറ്ററിൽ ഹൈദരാബാദ് രാജസ്ഥാനെ നേരിടും. ഇതിൽ ജയിക്കുന്ന ടീം മെയ് 29 ക്വാളിഫയർ 1 തോൽക്കുന്ന ടീമുമായി ക്വാളിഫയർ 2 കളിക്കും. മെയ് 31 ഞായറാഴ്ചയാണ് ഫൈനൽ. ചുരുക്കി പറഞ്ഞാൽ ഈ സീസൺ അവസാനിക്കാൻ ഇനി 4 മത്സരങ്ങൾ മാത്രം ബാക്കി. നിലവിലെ പ്ലേ ഓഫ് ലിസ്റ്റിൽ ഓരോ ടീമിന്റെയും കഥ വ്യത്യസ്തം. ആരാകും ഫൈനലിൽ? ആദ്യം പ്ലേ ഓഫ് ഫിക്ചറുകൾ നോക്കാം. ക്വാളിഫയർ 1 ബാംഗ്ലൂർ വേഴ്സസ് ഗുജറാത്ത്, എലിമിനേറ്റർ ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ, ക്വാളിഫയർ 2 ക്വാളിഫയർ 1 ലൂസർ വേഴ്സസ് എലിമിനേറ്റർ വിന്നർ. ഫൈനൽ മെയ് 31. ഇതിൽ ആരായിരിക്കും കപ്പടിക്കുക? ഫൈനലിലേക്ക് എത്താൻ ചാൻസുള്ള ടീം ഏതൊക്കെ? നമുക്ക് വിശദമായി നോക്കാം. ആദ്യത്തെ പ്ലേ ഓഫ് മത്സരം ക്വാളിഫയർ 1 RCB വേഴ്സസ് GT ആണ്. ഹൈ വോൾട്ടേജ് മത്സരം. ജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിലേക്ക്. തോൽക്കുന്ന ടീമിന് ഒരു ലൈഫ് കൂടി ബാക്കിയുണ്ട്. ആദ്യം RCB കുറിച്ച് പറയാം. കഴിഞ്ഞ സീസണിലെ ഫോം തുടരുന്ന RCB ഇത്തവണ കണക്കുകൂട്ടലുകൾക്ക് കാത്തു നിൽക്കാതെ തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചിരുന്നു. കപ്പ് കൂടി തൂക്കിയാൽ ഈ സീസൺ മുഴുവൻ RCB ആധിപത്യം തന്നെയായിരുന്നു എന്നതിൽ തർക്കമില്ല. ബാറ്റിംഗിലെ കൺസിസ്റ്റൻസി, മിഡിൽ ഓർഡർ സ്റ്റെബിലിറ്റി, അതിനൊപ്പം ഡെത്ത് ബൗളിംഗ് ഇംപ്രൂവ്മെന്റ്. ഇതിന് പുറമെ കോഹ്ലിയുടെ ഫോമും പ്രഷർ മാച്ചസ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതുമാണ് RCBയുടെ ഗുണം. വിരാട് കോഹ്ലി വിന്റേജ് ടച്ചിൽ കളിക്കുമ്പോൾ RCBയെ തടയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. നോക്കൌട്ട് പ്രഷർ വന്നാൽ RCB വീഴുമോ? എതിരാളികൾ ഗുജറാത്തുമാണ്. ഈ സീസണിൽ നേർക്കുനേർ വന്നപ്പോൾ രണ്ടുപേരും ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച് ഒപ്പത്തിനൊപ്പമാണ്. RCBയുടെ നിലവിലെ മികച്ച ഫോമും ഗുജറാത്തിന്റെ ശക്തമായ ടീം വർക്കും നോക്കുമ്പോൾ ഇതൊരു തീപ്പൊരി പോരാട്ടമായിരിക്കും എന്ന് ഉറപ്പാണ്. ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോൾ മെല്ലപ്പോക്കിന്റെ പേരിൽ വിമർശനം കേട്ടൊരു ടീം. പക്ഷേ പ്ലേ ഓഫിലേക്കുള്ള കുതിപ്പ് വളരെ ഫാസ്റ്റ് ആയിരുന്നു. ഗുജറാത്ത് വളരെ സൈലന്റായി ആധിപത്യം ബിൽഡ് ചെയ്ത ടീമാണ്. അഗ്രസീവ് ആകേണ്ടടുത്ത് അങ്ങനെയും കാം ആകേണ്ടടുത്ത് അങ്ങനെയും ബാറ്റ് വീശുന്ന ടീമാണ് അവരുടേത്. 600+ റൺസുമായി ഓപ്പണർമാരായ സായി സുദർശനും ഗില്ലും ഓറഞ്ച് ക്യാപ്പ് റേസിൽ 1-2 സ്ഥാനങ്ങളിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ ടീമിന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡേഞ്ചറസ് ബൗളിംഗ് അറ്റാക്ക് കൂടിയാകുമ്പോൾ ഗുജറാത്ത് ഫുൾ സെറ്റ്. അവരുടെ സ്ട്രെങ്ത് എന്തെന്നാൽ ഭയമില്ല. ബിഗ് മാച്ചസ് പോലും ശാന്തമായി നേരിടും. ക്വാളിഫയർ 1 ജയിച്ചാൽ ഡയറക്റ്റ് ഫൈനൽ. അതുകൊണ്ട് RCB വേഴ്സസ് GT മത്സരം സീസണിലെ ബിഗ്ഗസ്റ്റ് ക്ലാഷ് ആയിരിക്കും. ഇനി മെയ് 27 ബുധനാഴ്ച നടക്കുന്ന എലിമിനേറ്റർ പോരാട്ടം നോക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് ഈ മത്സരം. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇത് തോൽക്കുന്ന ടീം പുറത്തേക്കാണ്. ഇതിൽ ആര് വാഴും ആര് വീഴും എന്ന് കണ്ടു തന്നെ അറിയണം. ഈ സീസണിലെ പ്യുവർ എന്റർടൈൻമെന്റ് ടീമാണ് ഹൈദരാബാദ്. 200+ റൺസൊക്കെ വളരെ സിമ്പിളായി അടിക്കുന്ന ടീം. പക്ഷേ പലപ്പോഴും തകർന്ന് തരിപ്പണമാകാറുമുണ്ട്. പവർ ഹിറ്റേഴ്സ് ഫോമിലായാൽ ഓപ്പോണന്റ് ബൗളേഴ്സിനോട് ഒരു ധൈര്യം കാണാറില്ല. എന്നാലും പ്രശ്നം കൺസിസ്റ്റൻസിയാണ്. ഒരു ദിവസം അൺബീറ്റബിൾ, അടുത്ത ദിവസം കൊളാപ്സ്. എലിമിനേറ്റർ പോലൊരു ഹൈ പ്രഷർ മാച്ചസിൽ അവരുടെ ഫിയർലെസ് ക്രിക്കറ്റ് വർക്ക് ആകുമോ? കാത്തിരുന്ന് കാണാം. അതേസമയം രാജസ്ഥാന്റെ കാര്യമെടുത്താൽ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് തന്നെ ഡേഞ്ചറസ് ആണ്. ബിഗ് മാച്ചസ് കളിക്കാൻ പറ്റിയ ഫോം അവർക്ക് നിലവിലുണ്ട്. വൈഭവ് സൂര്യവംശി ഫോം ആയാൽ എതിരാളികളുടെ കാര്യം കഴിഞ്ഞു. ഇതിനു പുറമെ ആർച്ചറുടെ തീവണ്ടകൾ ലക്ഷ്യം കണ്ടാൽ എല്ലാം കഴിഞ്ഞു എന്നർത്ഥം. മെയ് 29 വെള്ളിയാഴ്ചയാണ് ക്വാളിഫയർ 2. ആദ്യ മത്സരത്തിൽ തോറ്റവരും എലിമിനേറ്ററിൽ ജയിച്ചവരും തമ്മിലാണ് ഈ മത്സരം. ഇതിൽ ജയിക്കുന്നവർ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിക്കും. അങ്ങനെ കാത്തിരുന്ന ആ വലിയ ദിവസം എത്തുന്നു. മെയ് 31 ഞായറാഴ്ച രാത്രി 7:30 IPL മഹാപോരാട്ടത്തിന്റെ ഫൈനൽ. ശക്തരായ 4 ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ആര് വേണമെങ്കിലും കപ്പടിക്കാം. SRH ബാറ്റിംഗിൽ വെടിക്കെട്ട് തീർക്കുമ്പോൾ ബാറ്റിംഗിലും ബൗളിംഗിലും RCB കരുത്ത് കാണിക്കുന്നു. GT സൈലന്റായി എല്ലാ മേഖലയിലും ബാലൻസ്ഡ് ആയ ഒരു ടീമാണ്. ആണെങ്കിൽ നിർണായക മത്സരം ജയിക്കാൻ മിടുക്കന്മാരും. എന്നാൽ IPL മൊമെന്റം ഒരു മാച്ച് കൊണ്ട് മാറും. ഒരു ഓവറോ ഒരു ക്യാച്ചോ ഒരു ഇമ്പാക്ട് പ്ലെയറോ സീസണിൽ തന്നെ റീറൈറ്റ് ചെയ്യാം. ഇതുവരെയുള്ള മത്സരങ്ങളുടെയും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പ്രഡിക്ഷൻ നോക്കിയാലോ? അങ്ങനെ നോക്കിയാൽ RCB വേഴ്സസ് GT ഫൈനൽ ഉണ്ടാകാനാണ് ചെറിയൊരു ശതമാനം ചാൻസ് കൂടുതൽ. എന്നാൽ പ്രഡിക്ഷൻസ് തെറ്റുന്നതാണല്ലോ IPLന്റെ ബ്യൂട്ടി. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്? ആരാണ് ഫൈനലിൽ എത്തുക? ഈ വർഷം ആര് കപ്പ് ഉയർത്തും? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം.